ഒരു ദിവസം രാത്രി ടൗണിൽ. ഹാവൂ, നേരം ഇരുട്ടി. വേഗം നടുക്ക്. വഴിയിൽ ലൈറ്റുമില്ല. അതാരാ? നോക്കട്ടെ. ഗ്രാ. അയ്യോ, വാനര മനുഷ്യൻ. അടുത്ത നിമിഷം. ഹാവൂ. അടുത്ത ദിവസം. നഗരത്തിൽ വാനര മനുഷ്യൻ. 10 പേർ ആശുപത്രിയിൽ. കുരങ്ങിൻ്റെ ശരീരവും മുഖവുമുള്ള ഭീകരജീവി ആക്രമിച്ചെന്നാണ് പരിക്കേറ്റവർ പറയുന്നത്. രാജു, കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. അതെ. 2 ദിവസം കഴിഞ്ഞ്. രാജു, അറിഞ്ഞോ, ഇന്നും വാനരമനുഷ്യൻ്റെ ആക്രമണമുണ്ടായത്രേ. രാജു, ഇനി വൈകണ്ട, നമുക്ക് മായാവിയെ വിളിക്കാം. വൈകാതെ. ഓം ഹ്രീം കുട്ടിച്ചാത്ത. എന്തു പറ്റി കൂട്ടുകാരെ? ഹായ്, മായാവി. മായാവി കാര്യമറിഞ്ഞു. വാനര മനുഷ്യനോ? ഇതിലെന്തോ തട്ടിപ്പുണ്ടല്ലോ. ആളുകൾ ഭയന്നിരിക്കുകയാണ്. എന്തായാലും ഇന്നു രാത്രി ഞാനൊന്ന് നോക്കാം. അടുത്ത ദിവസം രാത്രി. ഇവിടെ കുഴപ്പമില്ലല്ലോ. അതാരാ അവിടെ? ഇനി ഈ മുഖംമൂടി കൂടി ധരിച്ചാലൊക്കെ ഓക്കെ. ബേഷ്. വിക്രമനും മുത്തുവും. ഹമ്പ. അപ്പോൾ ഇതാണ് കുരങ്ങു മനുഷ്യൻ്റെ രഹസ്യം. ആളുകൾ ഭയന്നോടുമ്പോൾ പണം തട്ടിയെടുക്കും. ഒരു തമാശ ഒപ്പിക്കാം. അതാ പോലീസ്. ഇന്ന് അവരെ ഒന്ന് വിരട്ടാം. ഹഹാ. അതെ, എല്ലാം പേടിച്ചിരിക്കുകയാ. ഈ വേഷം കാണുമ്പോഴേ ബോധം കെടും. ഹഹാ. ചാടിക്കോ മുത്തു, അവരെത്തി. ഉടനെ. ഓം ഹ്രീം തല മാറട്ടെ. പെട്ടെന്ന്. ഗ്രാ. ഇത് നമ്മുടെ വിക്രമനല്ലേ? ചതിച്ചു. തലമാറി. ഓടിക്കോ. അമ്പട, പിടിയവരെ. അയ്യോ, ഇടിക്കല്ലേ. ഡും ധും. രക്ഷിക്കണേ. ഹമ്മോ. തല വീണ്ടും പഴയ പോലെയായി. നടക്കടാ സ്റ്റേഷനിലേക്ക്. പിറ്റേന്ന്. അങ്ങനെ കുരങ്ങു മനുഷ്യനായി നാട്ടുകാരെ പറ്റിച്ച കൊള്ളക്കാരൻ വിക്രമനും മുത്തുവും അറസ്റ്റിലായി. മായാവിയാണ് പണി പറ്റിച്ചതെന്ന് ആരും അറിഞ്ഞില്ല. ഹ ഹ ഹ.